കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പ്രോഗ്രാമുകൾ നമ്മളുടെ വെബ്സൈറ്റിൽ വെബ് ടി വി ആയി 24 മണിക്കൂറും ലോകമെങ്ങും കാണാവുന്ന പോലെ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ നമ്മൾ കാണുന്ന സാക്ഷ്യങ്ങൾ ടി വിയിൽ വരും, ടി വി പ്രോഗ്രാമിൽ എഡിറ്റ് ചെയ്തായിരിക്കും. പക്ഷേ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ, അതുപോലെ ഞായറാഴ്ച ആരാധന ഒക്കെ പൂർണ്ണ രൂപത്തിൽ ശുശ്രൂഷക മീറ്റിംഗ് വെബ് ടി വിയിൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. www.theheavenlyfish.tv ഈ ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ലോഗോൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, ടാബ്ലറ്റിൽ ഒക്കെ നിങ്ങൾക്കിത് ലഭിക്കും. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചൊരു വലിയ അത്ഭുതം താൻ വെബ് ടി വിയിലൂടെ ഉണ്ടായതെന്നെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം കോട്ടയത്ത് നിന്ന് തന്നെ പോയതാണ്. ഈ പയ്യൻ അദ്ദേഹം പഠിക്കാനായി ഡിഗ്രിക്ക് അമേരിക്കയിൽ ഒരു സ്റ്റേറ്റിൽ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ മലയാളികളൊന്നും സമീപത്തില്ല. തനിക്ക് ആരാധനയ്ക്ക് പോകാനൊരു കൂട്ടമില്ല. ചെന്ന പാടെ ഇവിടുന്ന് ഇപ്പം ഒരു 1-2 മാസമേ അദ്ദേഹം പോയിട്ട്. അവിടുത്തെ പഠന രീതികൾ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ വളരെ ടെൻസ്ഡാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ടി വി പ്രോഗ്രാമുകളോ ഒരു ചാനലുകളും തനിക്ക് കോളേജ് ക്യാമ്പസിൽ ലഭ്യമല്ല. എന്നാൽ അദ്ദേഹം മൊബൈലിലാണോ ടാബ്ലറ്റിലാണോ എന്നറിയത്തില്ല, വെബ് ടി വി നമ്മുടെ പ്രോഗ്രാം കാണാൻ തുടങ്ങി. സന്ദേശങ്ങളും വചന ശുശ്രൂഷകളും ഒക്കെ താൻ കേട്ടു. എന്നിട്ട് ഒരു ദിവസം രാവിലെ എന്നെ ആ ബ്രദറാണ് വിളിച്ചുണർത്തിയത്. തോമസ് കുട്ടി ബ്രദറെ, അങ്കളെ ഒരു വലിയ അത്ഭുതം നടന്നു. എനിക്കിവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആദ്യത്തെ ടെസ്റ്റുകളിലൊക്കെ ഞാൻ വളരെ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ ദൈവവചനം കേട്ടപ്പോൾ എൻ്റെ ആ ഭയം മാറി, ഭാരം മാറി. അദ്ദേഹം പറയാം, വലിയൊരു അത്ഭുതം നടന്നു. ഈ കഴിഞ്ഞ എക്സാമിൽ എനിക്ക് എല്ലാത്തിനും 95-ന് മുകളിലാണ്. ഒരു സബ്ജക്റ്റിന് 100 ലഭിച്ചു. എൻ്റെ ഉള്ളിലൊരു വലിയ ധൈര്യം തന്നു. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. വചന ശുശ്രൂഷ വെബ് ടി വി എനിക്ക് വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ മോനോട് പറഞ്ഞിരിക്കുക, മോൻ ആ സാക്ഷ്യം ഒരു മൊബൈൽ ഫോണിലാണെങ്കിലും പിടിച്ച് ഒന്ന് ഇമെയിൽ അയച്ചു തരണം, നമുക്കത് വെബ് ടി വിയിൽ തന്നെ അത് കാണിക്കാം. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദേശത്തുള്ളവരോടും ഒക്കെ പറയണം. വെബ് ടി വി 24 hours നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് ഉള്ളവർക്ക് വളരെ നന്നായിട്ടത് കാണാൻ പറ്റും. സാധാരണ ആവറേജ് സ്പീഡിലും കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ നമുക്ക് കർത്താവിനെ സേവിക്കണം. പരിശുദ്ധാത്മാവ് ആദിമ സഭയുടെ മേൽ ഇറങ്ങി വന്നു പെന്തക്കോസ് നാളിൽ മാളികമുറിയിൽ. അവിടെ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുക. അപ്പോൾ തന്നെ അപ്പറയിത യെരുശലേം ദേവാലയത്തിൽ ആണ്ടോടാണ്ട് അവർ കഴിക്കുന്ന ആ ഉത്സവത്തിനായിട്ട് വന്ന് അവർ സ്ഥിരം പരിപാടിയായ ചില കർമ്മങ്ങൾ, ആചാരങ്ങൾ, ആ ഉത്സവങ്ങൾ കഴിച്ച് എന്നും ഒരേ പരിപാടി ആവർത്തന വിരസങ്ങളായ പദ്ധതികളിൽ നിൽക്കുമ്പോൾ അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ അവർ എന്തോ ചെയ്തതിൻ്റെ സംതൃപ്തിയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇതാ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ദൈവം തൊടുന്നു, മഹാസന്തോഷത്തിൽ തുള്ളിച്ചാടുന്നു. അങ്ങനെ അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ ദൈവം പണ്ട് ചെയ്തതൊക്കെ കേട്ട് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല താനും. ആ അവസ്ഥയിൽ നിന്ന് ഓടി വന്നപ്പോൾ ദൈവം തമ്പുരാൻ്റെ കരം അനുഭവിക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടു. ആത്മാവിന് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാ പകർച്ചയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്നെ കേൾക്കുന്നവർ എത്ര വലിയ വിശ്വാസികളാണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ പരിചയവും പഴക്കവും ഒക്കെ ആവും. എല്ലാ ആഴ്ച ആരാധനയ്ക്ക് പോവുക, ബൈബിൾ വായിക്കുക, കുടുംബ പ്രാർത്ഥന ചെയ്യുക. ആ പഴക്കമെല്ലാം മാറി
വീണ്ടും ഒന്ന് അഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, ആത്മീയ അനുഭവങ്ങളിൽ പുതുക്കം തരുന്ന കർത്താവ്, ആത്മാവിൻ്റെ പുതുക്കത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തുടർന്ന് സന്ദേശത്തിലേക്ക് കടക്കാം. കർത്താവിനാൽ നൽകപ്പെട്ട ചില പ്രതീക്ഷകൾ, വചനത്തിൽ കൂടെ, പ്രവചനത്തിൽ കൂടെ നൽകപ്പെട്ട ചില ഹൃദയത്തിലെ ആശകൾ, പ്രതീക്ഷകൾ, അത് ചെറുതല്ല, അത് വലുതാണ്. അത് ഉള്ളിൽ സംഗ്രഹിച്ചോണം. കൈകൊടുത്ത് പറഞ്ഞത് അത് ആരും തകർക്കാൻ അനുവദിക്കരുത്. നോ, സ്തോത്രം. ചില പ്രശ്നങ്ങൾ കണ്ട് നീ ഭാരപ്പെടരുത്. നീ പ്രതീക്ഷിച്ച പോലെ കാര്യം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പദം പറയരുത്. ആ ഉള്ളിലെ പ്രതീക്ഷ കത്തി വെളിയിൽ വരാൻ പോകുകയാണ്. അതാണ് വിശ്വാസം. അതാണ് കർത്താവ് തന്ന വലിയ പ്രത്യാശ. ആമേൻ. അത് കർത്താവ് ഇട്ടതാ. അതിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കും. എന്നാൽ പ്രതീക്ഷ അമ്മയ്ക്കില്ലെങ്കിൽ അവിടെ ഒരു അത്ഭുതം നടക്കുമോ? നടക്കുമോ? എന്തോ പറഞ്ഞു? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. അമ്മ ഒരു വാക്കേ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ, അത് പ്രതീക്ഷയുടെ വാക്കായിരുന്നു. ഒരു വലിയ കൺഫ്യൂഷന് നിൽക്കുകയല്ലേ, അല്ലേ? അല്ലേ? ആ അമ്മയുടെ വാക്ക് കൂടുതൽ തീ കോരിയിടുന്നതായോ? ഇല്ല. സ്തോത്രം. ഒരിക്കൽ ഈ അമ്മയുടെ വാക്ക് സഹയാത്രക്കാർക്കെല്ലാം ഭാരമുണ്ടാക്കിയതാണ്. അത് അമ്മയ്ക്കറിയാം. അതെന്നാണെന്നറിയാമോ? യേശു ദേവാലയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇവർ വഴി നടന്നു പോയി. ഒരു ദിവസത്തെ പോയി കഴിഞ്ഞാൽ മനസ്സിലായ കുഞ്ഞു കൂടെ ഇല്ല. 12 വയസ്സുള്ള ബാലനായ യേശു. പ്രൈസലോ. നിശ്ചയമായിട്ടും അമ്മയായിരിക്കും ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും അമ്മ എല്ലാവരോടും പറഞ്ഞു കുഞ്ഞിനെ കാണുന്നില്ല, അല്ലേ? സഹയാത്രികരെല്ലാം പരിഭ്രാന്തരായി. യേശു ഇല്ല എന്നുള്ള വാക്ക് എന്ത് വരുത്തി? പറഞ്ഞാട്ടെ. 1-2 പേരോട് പറഞ്ഞു ദയവായി ഞങ്ങളോട് ആ വാക്ക് പറയല്ലേ. നമ്മൾ പറയുന്ന എല്ലാ നെഗറ്റീവിൻ്റെ അർത്ഥം യേശു ഇല്ലെന്നല്ലേ? അല്ലേ? ബ്രദറെ, വിഷയം കുഴയാൻ പോവാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ഞാൻ പറയുന്ന വ്യംഗ്യമായിട്ട് എന്താ പറയുന്നേ? യേശു ഇല്ലെന്നുള്ള വാക്ക് പരിഭ്രാന്തി വരുത്തുമ്പോൾ ഇവിടെ അതേ അമ്മ പറയുക, അവൻ ഉണ്ടല്ലോ. ഒന്ന് പറഞ്ഞ്, അവനുണ്ടല്ലോ, എന്തും വരട്ടെന്ന്. ഞാനോ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ പറയേണ്ടിയ വാക്കേത്? അവനുണ്ടല്ലോ. 1-2 പേർ പറഞ്ഞു അവനുണ്ടല്ലോ. മാറത്തില്ലെന്ന് പറഞ്ഞവൻ കൂടെ ഉണ്ടല്ലോ. അവൻ കൂടെ ഉണ്ടല്ലോ, അവൻ കൂടെ ഉണ്ടല്ലോ, അവൻ കൂടെ ഉണ്ടല്ലോ. നിങ്ങളൊന്ന് ഓർത്തേ, ആ കല്യാണ വീട്ടിൽ വീഞ്ഞെല്ലാം തീർന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച നമ്മുടെ വീട്ടിലാണ് നടക്കുന്നത്. എല്ലാവരും വന്നിരിക്കുക. സമയമായപ്പോൾ ചോറ് തീർന്നു പോയി. എങ്ങും വാങ്ങാനും കിട്ടത്തില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ വിളിച്ചവർ, എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ പരിഭ്രാന്തി പിടികിട്ടും, അല്ലേ? നോക്കുക, അവിടെ ചോറ് അല്ല, അവിടെ വീഞ്ഞ ആരും കൊണ്ടുവന്നില്ല. ആരും ഫോൺ വിളിച്ച് ഇവിടെ ഉണ്ട് തന്നേക്കാമെന്ന് പറഞ്ഞില്ല. ഒന്നും അവിടെ നടന്നില്ലെങ്കിലും അവളുടെ വാക്ക് അവിടുത്തെ സകല കൺഫ്യൂഷനെ മാറ്റിയില്ലേ? എന്താ പറഞ്ഞേ? നിങ്ങളൊന്നും പേടിക്കണ്ട. അവൻ എന്തെങ്കിലും, മറിയയ്ക്ക് പറയാൻ ഒരാളെക്കുറിച്ചുള്ള അവൻ പറഞ്ഞേ, അവൻ ഒന്ന് പറഞ്ഞേ, അവൻ്റെ പേരെന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞു. നിങ്ങളെല്ലാം കൂടി ഇന്ന് മാതാവിൻ്റെ അടുക്ക ചെന്ന മാതാവ് പറയണ്ട, അവൻ, ഞാനല്ല അവൻ, അവൻ പറയുന്ന ചെയ്തോ, അവൻ പറയുന്ന ചെയ്യോ. മരിച്ചതിൽ നിന്ന് ഉയർത്തവൻ, വീണ്ടും വരാൻ പോകുന്നവൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ അടുക്കൽ പോയവരെ ആയിരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാതാവ് കൈ കൊടുക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ അന്നേ പറഞ്ഞതാണ്, ആരുടെ അടുക്കൽ ചെന്നോളാൻ? അവൻ്റെ അടുക്കൽ ചെന്നോളാൻ. സ്തോത്രം. ഒരിക്കൽ അവനെ കൈമോശം വന്നതിൻ്റെ വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരെയും ഞാൻ പരിഭ്രാന്തിയിലാക്കിയതാ. എന്നാൽ ഒറ്റ സ്ഥലത്ത് വെച്ച് അവൻ അന്ന് മാതാവ് ഒറ്റ വാക്ക് പറഞ്ഞു, ബാക്കി മുഴുവൻ 3.5 കൊല്ലം മോൻ ചെയ്യായിരുന്നു. മാതാവ് ഒറ്റ വാക്ക് പറഞ്ഞോളൂ, ബാക്കി മുഴുവൻ മോൻ ചെയ്തില്ലേ? ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഓ, കർത്താവിന് നന്ദി പറഞ്ഞ ദൈവത്തിൻ്റെ മക്കളെ, ഒറ്റ വാക്കൊന്ന് പറഞ്ഞു വിട്ടേ. 1-2 പേരോട് പറഞ്ഞു, ദയവായിട്ട് പരിഭ്രാന്തിയുടെ വാക്കെന്നോട് പറയല്ലേ. പറഞ്ഞാട്ടെ. മൊത്തം കൺഫ്യൂഷനായിരിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ എന്നോട് പറയല്ലേ. പറഞ്ഞാട്ടെ. ഓ, മാതാവ് പറഞ്ഞ ആളെക്കുറിച്ച് എന്നോടൊന്ന് പറഞ്ഞാട്ടെ.
പറഞ്ഞേ, മാതാവ് പറഞ്ഞ ആളെക്കുറിച്ച്, പുത്രനായ യേശുവിനെക്കുറിച്ച് എന്നോടൊന്ന് പറഞ്ഞാട്ടെ. വേറെ ആരെക്കുറിച്ചും പറയണ്ട. യേശുവിനെക്കുറിച്ച് എന്നോടൊന്ന് പറയട്ടെ. മാറ്റമില്ലാത്തവനെക്കുറിച്ച് എന്നോടൊന്ന് പറഞ്ഞാട്ടെ. മാറിപ്പോകാത്തവനെ എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വാക്ക് മാറത്തില്ലെന്ന് പറഞ്ഞവനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഒരു നാളും കൈവിടത്തില്ല എന്ന് പറഞ്ഞവനെക്കുറിച്ച്. അവനെ പറയാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് സംഭവിച്ചു? കർത്താവ് അവിടെ അത്ഭുതം ചെയ്യാം. ഈ കൽപാത്രങ്ങളിൽ നിറപ്പാൻ അല്ലേ? കർത്താവിന് വേണമെങ്കിൽ വേറെ അവിടെ ഇരുന്ന കൽപാത്രം എടുക്കാം. പുതുമയുടെ കർത്താവ് എന്ന് പറഞ്ഞ് സ്തോത്രം, സ്തോത്രം. അവിടെ നമ്മുടെ കർത്താവ് ഈ കണ്ണ് സൗഖ്യമാക്കിയ ചിലരെ കൽപ്പിച്ചപ്പോൾ സൗഖ്യമായി. അടുത്തയാളെ ചേറ് കുഴച്ച് കണ്ണിൽ തേച്ചാൽ സൗഖ്യമാക്കി അല്ലേ? സ്തോത്രം. എല്ലാം വേറെയാ ചെയ്ത്. അവൻ അക്ഷരത്തെ പിടിക്കണ്ട. ഒന്ന് കവിത പറഞ്ഞേ ആമേൻ. അതല്ല കർത്താവിന് ഇഷ്ടം. എല്ലാം ഒന്ന് നവീകരിച്ച് ചെയ്യാൻ, നിങ്ങളുടെ ഇവൻ്റെ ജീവിതത്തിൽ നവീകരിച്ച് ചെയ്യാൻ. ഇന്ന് ഈ പ്രസംഗം കേട്ടിട്ട് പോകല്ലേ, ഇന്ന് നമ്മളൊന്ന് ആരാധിക്കാൻ പോവുക. ഇന്ന് തന്നെ ചിലതൊന്ന് പ്രാപിക്കണം. പുതിയ ചില പാട്ട് പാടണം. ചില ദർശനമൊക്കെ ഇന്ന് കിട്ടുമെന്നേ. പുതിയത് ഈ കർത്താവിന് മാറ്റമില്ലല്ലോ. ഖാനാവിൽ അത്ഭുതം ചെയ്തവന് മാറ്റമില്ലല്ലോ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ വായിക്കുന്നു, ഭൂമി പാഴും ശൂന്യമായി തീർന്നു. വായിച്ചാട്ടെ, ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. പക്ഷേ ഇറ്റ് ബിക്കെയിം അതിൻ്റെ മൂലഭാഷയിലും മറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നോക്കുമ്പോൾ അത് പാഴും ശൂന്യവുമായി തീർന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതനായ ലൂസിഫർ അഹങ്കരിച്ചപ്പോൾ അവനെ വെട്ടിക്കളഞ്ഞു. അവനെ ഭൂമിയിലേക്ക് അവൻ പതിച്ചു. അന്ധകാരത്തിൻ്റെ പ്രഭുവായി അവൻ മാറി. ദൈവത്തിൻ്റെ മനുഷ്യരുടെയും ശത്രുവായി മാറിയ പിശാച് ഒരിക്കൽ ദൈവത്തെ ആരാധിക്കുന്ന ദൂതനായിരുന്നു. അവൻ അഹങ്കരിച്ചപ്പോൾ അവൻ വെട്ടുകൊണ്ട് നിലത്ത് വീണു. അവൻ ഈ ഭൂമിയിൽ വീണപ്പോഴാണ്, ഈ ഭൂമിയിൽ വന്നപ്പോഴാണ് ഭൂമി എന്തായിട്ട് മാറിയത്? പാഴും ശൂന്യമായി. ഈ പിശാച് ഒരു ജീവിതത്തിൽ ഇന്നും കടക്കുമ്പോൾ, ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ കടക്കുമ്പോൾ അവിടെ അന്ധകാരം പിടിക്കും അല്ലേ? ചില വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ പറയും, ഈ വീടൊരു വല്ലാത്ത അന്ധകാരമുള്ള വീടാണ് അല്ലേ? എന്നാൽ കർത്താവിൽ വരുമ്പോൾ നമ്മൾ വെളിച്ചത്തിലേക്ക് വരികയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ അവൻ വിളിച്ചു എന്ന് പത്രോസിൻ്റെ ലേഖനം പറഞ്ഞു. പിന്നെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ പുത്രൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മുടെ മേലെ അന്ധകാരമായിരുന്നു, കൂരിരുട്ട് നമ്മളെ പടർന്നിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ദിവ്യ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു. എന്തുകൊണ്ട് ആ വെളിച്ചം ഉള്ളിൽ വന്ന്, നമ്മൾ ഈ കാണുന്ന വെളിച്ചം അല്ലാതെ ഒരു വെളിച്ചം, ഉൾവെളിച്ചമുണ്ട്. നമ്മൾ ചില മനുഷ്യരെ കാണും പറയും, ഇപ്പം ഈ മനുഷ്യൻ്റെ മുഖത്തൊരു വെട്ടമായി എന്ന് പറയില്ലേ? അങ്ങനെ ഉണ്ട് ദൈവത്തിൻ്റെ മക്കളെ. അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വെളിച്ചം. ചില വീടിൻ്റെ അവസ്ഥ കർത്താവ് വരുമ്പം പാടെ മാറും. ആ വീട്ടിലൊരു വെളിച്ചം ഉദിക്കുക. ആ വെളിച്ചത്തിൻ്റെ രാജാവിന് നന്ദി പറഞ്ഞാട്ടെ. വെളിച്ചത്തിൻ്റെ രാജാവിന് നന്ദി പറഞ്ഞാട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നു അടുത്ത വാക്യം, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ആ ഭൂമിയെ വീണ്ടും പുനർസൃഷ്ടിക്കുന്ന അടുത്ത വാക്യങ്ങൾ. ഇങ്ങനെ പാഴായിട്ട് എത്രയോ യുഗങ്ങൾ കിടന്നു എന്ന് പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭൂമിയുടെ കാലപ്പഴക്കം നമ്മൾ കാണുന്ന ആദാമിൻ്റെ ചരിത്രം മുതലുള്ള അല്ല കാലപ്പഴക്കം. അതിനു മുമ്പ് വലിയൊരു കാലപ്പഴക്കമുണ്ട്. അതിനു മുമ്പ് ഈ ഭൂമിയിൽ തന്നെ അധിവാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒക്കെ ചില തെളിവുകൾ തിരുവചനത്തിൽ മനസ്സിലാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിവർത്തിച്ചുകൊണ്ട്. അതൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും വന്നോ പിന്നെ പുതുക്കമാണ്. പിന്നെ നമ്മൾ കാണുന്നത് തന്നെയാണ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ഇരുട്ടായിടത്ത് എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത്, ഭൂചര ജന്തുക്കൾ ജനിക്കട്ടെ, സസ്യങ്ങൾ ജനിക്കട്ടെ, പുഷ്പലതാദികൾ ഒക്കെ വളരട്ടെ. വായുവും വെള്ളവും വെളിച്ചവും എല്ലാം വന്ന ഇന്ന് നമ്മൾ കാണുന്ന ഭൂമിയിൽ എത്ര മനോഹരമായ സ്ഥലങ്ങൾ. ഒരിക്കൽ ഇരുട്ട് പിടിച്ച് കടന്നത് ഇത്രയും മനോഹരമാക്കിയ കർത്താവ്, അതേ കർത്താവ് വീണ്ടും മനുഷ്യൻ പാപം ചെയ്ത് പിശാചിൻ്റെ പിടിയിലായപ്പോൾ അവനെ വീണ്ടും നവീകരിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ കൊടുക്കാൻ ആഗ്രഹിച്ചു. ആ ആത്മാവ് മനുഷ്യരിൽ വരണമെങ്കിൽ പാപപരിഹാരം നടക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് കുരിശിൽ മരിച്ചത്. മരണത്തിന് മുമ്പേ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ
കാര്യസ്ഥൻ വരികയില്ല. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് കർത്താവ് യഹൂദന്മാരുടെ പല പെരുന്നാളുകളിൽ പോയി അവിടെ പഴകി പരിചയിച്ച കുറേ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജനത്തെയാണ് കർത്താവ് കണ്ടത്. അവരോട് ഉത്സവ ദിവസം പറഞ്ഞൊരു വേദഭാഗം നമുക്കെല്ലാം പ്രസിദ്ധമാണ്. യോഹന്നാൻ 7:37. ആ വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ സുവിശേഷം 7-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദന്മാർക്ക് 7 ഉത്സവങ്ങളുണ്ട്. ഈ 7 ഉത്സവങ്ങൾക്കായി 3 തവണ അവർ യെരുശലേമിലേക്ക് പോകാൻ പതിവാണ്. സാമ്പത്തിക ശേഷിയുള്ളവർ യാത്ര ചെയ്ത് യെരുശലേമിൽ പോകും. 3 തവണ അവർ പോയാൽ 3 തവണ കൊണ്ട് 7 ഉത്സവങ്ങൾ അവർ ആചരിക്കും. അവർ തീർത്ഥാടനം ചെയ്യുന്നു. ഒടുവിലത്തെ ഒരു ഉത്സവത്തിൽ ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാപുരോഹിതൻ താൻ ഒരു കുടത്തിൽ വെള്ളമെടുത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമായി ഇങ്ങനെ ഒഴിക്കും. ജനങ്ങൾ വന്നെന്ത് ചെയ്യും? ആ വെള്ളം വാങ്ങിക്കുടിക്കും. ഒരു ചടങ്ങ്. ഈ വർഷം അത് ചെയ്യും, അടുത്ത വർഷം അത് ചെയ്യും. അങ്ങനെ ചടങ്ങ് പഴകി പരിചയിച്ച ചടങ്ങുകൾ, ചട്ടക്കൂടുകളിൽ ഒതുങ്ങിയ യഹൂദ ജനതയെ ആ സമയത്ത് ഇതാ മറ്റൊരു മഹാപുരോഹിതൻ, ദൈവത്തിൻ്റെ യഥാർത്ഥ മഹാപുരോഹിതൻ, ജീവനുള്ള മഹാപുരോഹിതൻ, പാപമില്ലാത്ത മഹാപുരോഹിതൻ, തികവുള്ള മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു ആ ഉത്സവത്തിൻ്റെ ദിവസം പഴകി പരിചയിച്ച ചടങ്ങുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളോട് ഒരു ജീവൻ്റെ കാര്യം പറയുകയാണ്. യോഹന്നാൻ 7:37 വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വലിയ ഉത്സവം നടക്കുക. പക്ഷേ ഈ ചടങ്ങുകളൊക്കെ ചെയ്തിട്ടും ആ സമയത്ത് നമുക്കറിയാം, ഉത്സവം തീരുമ്പോൾ, പെരുന്നാൾ തീരുമ്പോൾ ആ വെടിക്കെട്ടിനോ ആ പരിപാടികളൊക്കെ വരുമ്പോൾ വലിയൊരു ആർപ്പും ഉല്ലാസമാണ്. ആ ഉല്ലാസമല്ല കർത്താവ് നമുക്ക് തരുന്നത്. പ്രൈസലോ. ആ ഉല്ലാസം അല്പസമയം കൊണ്ട് തീരുന്ന, എന്നാൽ തീരാത്ത ഒരു ഒഴുക്കിൻ്റെ ഉല്ലാസം, പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിലും ബബിളപ്പ് ചെയ്യുന്ന ഒരു വലിയ ഉത്സവമാണ് ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. അതാണ് ആ അപ്പോസ്തലന്മാരെ ജയിലിൽ പിടിച്ചിട്ടപ്പോഴും അതവർക്ക് സങ്കടത്തിൻ്റെ സ്ഥലമായിരുന്നില്ല, പാട്ടിൻ്റെ സ്ഥലമായി മാറി. തകരുന്ന കപ്പലിൽ അവർ കിടന്നപ്പോഴും അവിടെയും അവരെ നവീകരിച്ച ഒരു ആത്മപകർച്ച. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പ്രതിസന്ധിയും നിൻ്റെ തകർച്ചയ്ക്കല്ല. അവിടെ ആത്മാവ്യാപരിക്കട്ടെ, ആത്മാവ്യാപരിക്കട്ടെ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമി, ഇരുണ്ട ഭൂമിയിൽ ആത്മാവ് വ്യാപരിച്ചപ്പോൾ അവിടെ പുതുകിയില്ലേ? തീർന്നെന്ന് പറഞ്ഞിടത്തെല്ലാം തുടങ്ങിയില്ലേ? ആ ജയിലറയിൽ അപ്പോസ്തലന്മാരെ അടിച്ച് ദണ്ഡിപ്പിച്ച് ഇട്ടപ്പോൾ ശുശ്രൂഷ തീർന്നെന്നല്ലേ വിചാരിച്ച? തീർന്നോ? അവർ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചു. അത് ശുശ്രൂഷയായി മാറ്റപ്പെട്ടു. ആ തകരുന്ന കപ്പലിൽ എല്ലാം തീർന്നെന്നല്ലേ അവർ വിചാരിച്ച്. എന്നാൽ ആ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന പൗലോസ് ആത്മാവിൽ നിറഞ്ഞ് ആ മക്കളോട് സംസാരിച്ചപ്പോൾ തീർന്നെന്ന് വിചാരിച്ച അപകടം ഒരു ദ്വീപിൻ്റെ ഉണർവായി മാറിയില്ലേ? നിന്റെ ഭവനം തീർന്നിട്ടില്ല. ആരെല്ലാം എന്തെല്ലാം ചെയ്തു കാണും. നീ ചെയ്യേണ്ടത് ആത്മാവിൽ നിറയുക. പറഞ്ഞാട്ട് ആത്മാവിൽ നിറയുക. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. പ്രസംഗിച്ച് മടുത്തോ സഹോദരന്മാരെ? പ്രസംഗിച്ച് മടുത്തോ? സ്തോത്രം. ടീച്ച് ചെയ്ത് മടുത്തോ? മടുപ്പ് വന്നേക്കാം. എന്നും കുന്നും എല്ലാ ഞായറാഴ്ചയും പ്രസംഗിച്ച് മടുത്തേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ അവിടുന്ന് ആത്മാവിൽ നിറഞ്ഞേ അന്യഭാഷകളിൽ സംസാരിച്ച് പൗലോസ് പറയുന്നത്, ഞാൻ എല്ലാവരെക്കാളും അധികം എന്ത് ചെയ്യുന്നു? അന്യഭാഷകൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുക, വായിച്ചാട്ടെ. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് താൻ ഈ ലോകത്തിൽ വന്നത് തന്നെ പാപപരിഹാരാർത്ഥം മരിക്കുന്നത് തന്നെ, പാപയാഗമായി തീരുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? എന്നിലും നിങ്ങളിലും ഈ ചടങ്ങും പിടിയും പിടിച്ചു കെട്ടിയ ആ ജീവിതവും ആത്മീയതയും മാറി ഒരു ഒഴുകുന്ന ജീവിതം തരാൻ, അഥവാ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാൻ വേണ്ടിയാ യേശു ഭൂമിയിൽ വന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്തിനാ യേശു ഭൂമിയിൽ വന്നത്? എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവ് വന്ന് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ഓരോ ദിവസവും കർത്താവിനെ സേവിപ്പാൻ. ഉറക്കെ പറഞ്ഞ, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ
അപ്പോൾ അക്ഷരത്തിൻ്റെ പഴക്കത്തിൽ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനം 7 ഉത്സവങ്ങൾക്കായി വന്ന് 7 ഉത്സവം കഴിഞ്ഞിട്ടും ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? അവിടെ നടന്ന വെടിക്കെട്ടിൻ്റെയോ അവിടെ നടന്ന ഏതെങ്കിലും പരിപാടിയുടെ അല്പനേരം നിൽക്കുന്നൊരു സന്തോഷം, അതിൽ ആനന്ദിച്ച പുരോഹിതൻ കൊടുക്കുന്ന വെള്ളം വാങ്ങി കുടിച്ചിട്ട് എന്തോ ഒരു തൃപ്തി പോലെ പോകുന്ന ജനത്തോട് പറയാം, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദിവസവും തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഒരു പുതിയ അനുഭവം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ. ദാഹിക്കുന്നവൻ എന്താ ഇവിടെ വന്നാൽ മതി. ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് വീണ്ടും ദാഹമുണ്ട്? എനിക്കൊരു പുതുക്കമാണ്. എവിടെ ചെല്ലണം? തോമസ് ഊട്ടി ബ്രദറിൻ്റെ അടുക്കലല്ല, പിന്നെ പറഞ്ഞാട്ടെ, ചെല്ലാമോ? എത്ര പേര് തയ്യാറാ? ഇന്ന് കർത്താവ് ഒരു പുതിയ അനുഭവം തരും. വീണ്ടും പുതുക്കും, വീണ്ടും പുതുക്കും, വീണ്ടും പുതുക്കും, വീണ്ടും പുതുക്കും, വീണ്ടും പുതുക്കും, വീണ്ടും പുതുക്കും. ദൈവത്തിൻ്റെ മക്കളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങളിൽ ഇരുന്ന് ആലോചിക്കും, ആ പ്ലാൻ ചെയ്യും, ഈ പ്ലാൻ ചെയ്യും. എന്നാൽ അതിനപ്പുറത്ത് പൗലോസ് പറയും, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. എന്നൊക്കെ പറഞ്ഞു, എൻ്റെ ബുദ്ധിയോ പ്രൈസലോ. ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി നമുക്ക് ഏറ്റവും നല്ലൊരു ദാനമാണ്, ദൈവം തന്ന നല്ല ദാനമാണ് ബുദ്ധി. പക്ഷേ ഈ ബുദ്ധി തന്നെ ചിലപ്പോൾ നമ്മളെ ഭാരപ്പെടുത്തും. പ്രൈസലോ. ബുദ്ധിയിൽ നമ്മളിരുന്ന് ആലോചിക്കും. ബുദ്ധിക്ക് ഒത്തിരി പരിമിതിയുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ ആർക്ക് പറ്റില്ല? ബുദ്ധിക്ക് പറ്റില്ല. പക്ഷേ ഞാൻ കണക്ക് കൂട്ടണമെങ്കിൽ ബുദ്ധി വേണം, ഞാൻ പഠിക്കണമെങ്കിൽ ബുദ്ധി വേണം, ബൈബിൾ വായിക്കണമെങ്കിൽ ബുദ്ധി വേണം, അത് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി വേണം, എല്ലാത്തിനും ബുദ്ധി വേണം. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിൽ ഞാൻ ഇടപെടത്തില്ല എന്ന് വചനമുണ്ട്. 1-2 പേരോട് പറഞ്ഞ്, ബുദ്ധിക്കെത്താത്തൊരു മണ്ഡലം നിനക്കുണ്ട്. ബുദ്ധിക്ക് ചെന്ന് കയറാൻ കഴിയാത്തടത്താണ് നിന്റെ പ്രൊവിഷൻ. ബുദ്ധിക്ക് ആലോചിക്കാൻ കഴിയാത്തടത്തുനിന്നാണ് നിന്റെ ഉറവ. ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്തടത്തുനിന്നാണ് നിന്റെ അത്ഭുതം. എൻ്റെ സയൻസിനോ എൻ്റെ മാത്തമാറ്റിക്സിനോ എൻ്റെ കഴിവുകൾക്കോ എൻ്റെ ആലോചനയ്ക്കോ എൻ്റെ ലോജിക്കിനൊന്നും ചെല്ലാൻ പറ്റാത്തടത്ത് ഒരു വാതിൽ എനിക്കായി തുറന്നിരിക്കുന്നു. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പൗലോസ് വളരെ ബുദ്ധിയോടെ സംസാരിച്ചയാളാ, ബുദ്ധി കൊണ്ട് പ്രസംഗിക്കുന്നയാളാ, ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുന്നയാളാ. എന്നാൽ അദ്ദേഹം പറയാണ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. എന്നിട്ട് പറയണേ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒത്തിരി മണ്ഡലങ്ങൾ എനിക്ക് പ്രാർത്ഥനയിലുണ്ട്. ഒന്ന് പറഞ്ഞാട്ടെ, ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒത്തിരി മണ്ഡലങ്ങൾ പ്രാർത്ഥനയിലുണ്ട്. പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ്, അത് തരണേ ഇത് തരണേ എന്ന് പറയുന്നതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗോപുരങ്ങൾ തുറന്ന് ലോകത്തിലെല്ലാവരും ഭാരപ്പെടുന്നിടത്തും നീ സ്വർഗത്തിൽ കൂടെ നടക്കുന്ന ആത്മമണ്ഡലം തുറക്കുന്ന ഒരാത്മീയ അനുഭവം ആ പ്രാർത്ഥന. അതിന് ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന ഒരു വലിയ പദവിയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഉറക്കെ പറഞ്ഞാട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഈ സ്വർഗീയ വരുന്ന കോട്ടയം ആരാധനയിൽ എന്നെ പങ്കെടുക്കുന്നവർ, TV-യിൽ എന്നെ കാണുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ ലൈഫ് മുമ്പേ അവൻ്റെ ആത്മാവിനെ പ്രാപിക്കുക. അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഭാരപ്പെടണ്ട. മുമ്പേ അവൻ്റെ രാജ്യമായ പരിശുദ്ധാത്മ സന്തോഷം പ്രാപിച്ചു, അതോടുകൂടെ സകലവും നിൻ്റെ പുറകെ വരും. നിൻ്റെ ബുദ്ധിക്ക് കൊണ്ട് നീ ആലോചിച്ചിട്ട് നിൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ നടക്കുന്നില്ല, നിന്റെ ബുദ്ധി കൊണ്ട് നീ ആലോചിച്ചിട്ട് ആ കാര്യം നടക്കുന്നില്ല, വീടിൻ്റെ പണി നടക്കുന്നില്ല. എന്നാൽ ബുദ്ധിക്ക് ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് നിന്നാണ് നിനക്ക് വേണ്ടി വഴി തുറക്കേണ്ടത്. അങ്ങോട്ട് ചെല്ലാൻ ദൈവം തൻ്റെ ആത്മാവിനെ നിനക്ക് തന്നിരിക്കുക. ഒന്ന് കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ഈ ആത്മചൈതന്യം സഭയിലേക്ക് വരും, വീട്ടിലേക്ക് വരും, ജോലിയിലേക്ക് വരും, ബിസിനസ്സിലേക്ക് വരും. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പ്രസംഗത്തിൽ വരും, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പഠനത്തിൽ വരും, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കുടുംബജീവിതത്തിൽ വരും, ശരീരാരോഗ്യത്തിൽ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവെ, യേശുവെ, അങ്ങേക്ക് മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ അരൂപിയെ, ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ ആ ചൈതന്യത്തെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. ലോകത്തിൽ മറ്റൊന്നിനും ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്കോ ഞങ്ങൾക്ക് പണം തന്നാലോ ആത്മനിറവ് ലഭിക്കുകയില്ലല്ലോ. കർത്താവെ, ദൈവശക്തി ഞങ്ങളിലേക്ക് വരണമേ. ഞങ്ങൾക്കതില്ലാതെ സാധ്യമല്ല. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശം ഓരോരുത്തരിലും ഉണ്ടാകണമേ. താങ്ക് യു ജീസസ്. കർത്താവിനോട് പറഞ്ഞ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, പരാജയമാ, എല്ലാം തീർന്നു, ഈ ഒരു മാർഗത്തിൽ വരണ്ടായിരുന്നൊക്കെ ഒത്തിരി ഭാരത്തിൽ കേൾക്കുന്ന ആരോടോ കർത്താവ് സംസാരിക്കുന്നു. അവിടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കർത്താവിൻ്റെ ആ രാജ്യം
കർത്താവാണ് അധികാരത്തിൽ ഓരോരുത്തരെയും ആക്കുന്നതെന്ന് റോമാലേഖനം പറയുന്നു. രാജ്യാധികാരികൾ ദൈവത്താലാണ്. അത് കർത്താവിനോടൊന്ന് ചോദിച്ച് എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. കർത്താവെ, വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരെന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടാകണമേ. ദൈവദാസന്മാർക്കായി, ശുശ്രൂഷകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ശുശ്രൂഷിക്കുന്ന ആലയങ്ങളിൽ, പള്ളികളിൽ, കർത്താവെ, കൂട്ടായ്മകളിൽ ആത്മനിറവുണ്ടാകട്ടെ. ജനങ്ങൾ അഭിഷേകത്തിൽ നിറയട്ടെ, ആത്മാവിൽ പാട്ടുപാടട്ടെ. കർത്താവെ, പരിചയിച്ച് പഴകിയ പാട്ടുകളും പദ്ധതികളുമല്ല, ആത്മനിറവിൻ്റെ നിറഞ്ഞ് കവിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, മഹാസന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ശരീരങ്ങളിൽ കർത്താവിൻ്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിച്ച് രോഗശക്തികൾ വിട്ടുമാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ക്യാൻസറുകൾ, അസ്വസ്ഥതകൾ മാറട്ടെ, ഓപ്പറേഷനുകൾ വേണ്ട എന്ന സ്ഥിതി വരട്ടെ, ഹാർട്ട് ബ്ലോക്കുകൾ സൗഖ്യമാകട്ടെ. കർത്താവെ, തൃക്കരം നീട്ടുന്നതിനായി സ്തോത്രം. കുടുംബജീവിതത്തിൽ, കുടുംബ പ്രാർത്ഥനകളിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലെല്ലാം ഒരു പുതുമയുടെ അനുഭവം കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാ നിറവിൽ ആനന്ദിക്കുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് ഓടി ചിലർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുക, എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ നായകനാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ അനുദിനം നടത്തുന്ന കൂട്ടുകാരനായി നമ്മുടെ പ്രതിസന്ധി നിറഞ്ഞ ലോകത്ത് കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാം, ജയകരമായി ജീവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് വീണ്ടും നിറവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു എപ്പിസോഡായിരിക്കും. അതിൽ കാണുമ്പോഴേയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. से देखो आते हैं बहते हुए खून की धार. ബെന്നി ബ്രദർ ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. ഒക്ടോബർ 2-3 വ്യാഴം വെള്ളി. ഒക്ടോബർ 2 വ്യാഴം രാത്രി 8 മുതൽ 10 വരെ എഫെസുസ് ഹാൾ. ഒക്ടോബർ 3 വെള്ളി വൈകിട്ട് 4 മുതൽ 6 വരെ काना ए हॉल. परिभाषा को ओ मसीह तूने हमको सिखाए, प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू.